Hi friends, welcome back to our channel. I am Ranju from YK Sound Academy. So first of all, thank you so much. നമ്മുടെ ഒരു YK Sound Academy family ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്, നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഓൺലൈൻ ക്ലാസ് മിക്സിംഗ്, റെക്കോർഡിംഗ്, മാസ്റ്ററിങ്ങിനെ കുറിച്ചൊരു ഓൺലൈൻ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ഫീഡ്ബാക്കാണ് എല്ലാവരും തരുന്നത്. അതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ നമ്മുടെ ഹോം സ്റ്റുഡിയോയിലാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ കാലി ഓഡിയോ എന്ന് പറഞ്ഞ സ്പീക്കറിൻ്റെ നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു, അൺബോക്സിങ് ചെയ്തായിരുന്നു. അതുപോലെ EVO 8 എന്ന് പറഞ്ഞൊരു ഓഡിയോ ഇൻ്റർഫേസിനെ നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു. അതുപോലെ ഈ ഒരു ഹോം സ്റ്റുഡിയോ നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നിങ്ങൾക്ക് കാണാം. ഞാൻ മുകളിൽ ലിങ്ക് ഇടാം. നമ്മുടെ റെക്കോർഡിംഗ് ബൂത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ ഫുൾ ഒരു വീഡിയോ അടുത്ത കമ്മിങ് വീഡിയോസിൽ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. റെക്കോർഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് ഞാൻ മൈക്രോഫോൺ മേടിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഒരു മൈക്രോഫോൺ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നിന്ന്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മേടിച്ചേക്കുന്ന മൈക്രോഫോൺ എന്ന് പറയുന്നത് ലെവിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ LCT 240 Pro എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു കണ്ടൻസർ മൈക്രോഫോണാണ്. അതുപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്റ്റുഡിയോസിന് വേണ്ടി അത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന മോഡലാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വേറെ ഒരുപാട് മൈക്രോഫോൺസിന് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഞാൻ റിവ്യൂ ചെയ്ത് അതുപോലെ എല്ലാ മൈക്രോഫോൺ യൂസ് ചെയ്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു മൈക്രോഫോൺ ലെവിറ്റിൻ്റെ ഈ ഒരു മോഡലാണ് എൻ്റെ ആ ബഡ്ജറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മോഡൽ മേടിച്ചത്. നമുക്കിത് തുറന്നു നോക്കാം, ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അവരൊരു ലെതർ പൗച്ച് തന്നിട്ടുണ്ട്. മൈക്രോഫോൺ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിംഗ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടൊരു വെൽവെറ്റ് മെറ്റീരിയലാണ്, സ്ക്രാച്ച് ആവാതിരിക്കാനും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. മൈക്കിൻ്റെ ഫുൾ ഒരു യൂസർ മാനുവൽ, വേറെ ലാംഗ്വേജിലുള്ള യൂസർ മാനുവലാണ്. അതുപോലെ ഇതിൻ്റെ വാറണ്ടി സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതിൻ്റെ മൈക്കിൻ്റെ മൗണ്ടിങ് അഡാപ്റ്ററാണ്. ഇത് നമുക്ക് നേരെ എങ്ങനെയും ചേഞ്ച് ചെയ്യാം. അതുപോലെ മൈക്ക് ഇതിലേക്ക് ജസ്റ്റ് കയറ്റി വെച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള അഡാപ്റ്ററാണ്. ഇത് റബ്ബറിൻ്റെയാണ്. അപ്പോൾ കുറച്ചുകൂടി ഈ ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മൈക്രോഫോണിന് സ്ക്രാച്ചസ് വരാൻ ചാൻസും വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു റബ്ബറിൻ്റെ ഒരു മൈക്ക് മൗണ്ട് ഒന്നുണ്ട്. അതുകൂടാണ്ട് നമുക്കൊരു വിൻഷീൽഡ് അല്ലെങ്കിൽ പോപ്പ് ഫിൽറ്റർ തന്നിട്ടുണ്ട്. ഇത് വിൻഷീൽഡായിട്ട് യൂസ് ചെയ്യാം, പോപ്പ് ഫിൽറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് അവർക്ക് ലെവിറ്റിൻ്റെ ഒരു ബ്രാൻഡിങ് അവർ അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഉള്ളത് സെയിം നമ്മുടെ മൈക്രോഫോണാണ്. ഇത് കുറച്ച് ഹെവിയാണ്, കുറച്ച് വെയിറ്റുള്ള മൈക്രോഫോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. ഞാൻ ഓർഡർ ചെയ്ത വൈറ്റ് കളറാണ്. കാരണം നിങ്ങൾക്കറിയാം, ബാക്കിൽ കാണാം കാലി ഓഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചിരിക്കുന്ന സ്പീക്കേഴ്സ് വൈറ്റ് ആണ്. അപ്പോൾ അതായിട്ടൊന്ന് മാച്ച് ആവാൻ വേണ്ടിയാണ്. ഇതിന് ബ്ലാക്ക് അവൈലബിൾ ആണ്, അതുപോലെ വൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ ആ ഒരു കളർ ടോണായിട്ട് മാച്ച് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ വൈറ്റ് മോഡൽ മേടിച്ചത്. മൈക്രോഫോണിന് വെയിറ്റ് ഉണ്ട്, പക്ഷേ ബാക്കി മൈക്രോഫോൺസിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ചെറുതാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ കയ്യിൽ എൻ്റെ പാമ്പിൽ വരാവുന്ന രീതിയിലുള്ള മൈക്രോഫോൺ അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്റ്റുഡിയോയിലിരിക്കുന്ന മൈക്രോഫോൺ റോഡിന് NT1 എന്ന് പറഞ്ഞ മോഡൽ. അത് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. അതിന് അറൗണ്ട് 20-23 റേഞ്ചിൽ വരുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 11,500 ആണ്. ഇപ്പോൾ ആമസോണിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 11,500 നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. റോഡിന് NT1 അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ചെറുതാണ്. നോർമലി റോഡിന് NT1 അതുപോലെ വേറെ മൈക്രോഫോൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാളും സൈസ് വളരെ കൂടുതലാണ്. ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ള മൈക്കാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഈ പിൻസ്, XLR പിൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് പിൻസ് ആണ്. അപ്പോൾ ഈ റസ്റ്റ് ആവാനും അതുപോലെ സ്ക്രാച്ച് ആവാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിൻ്റെ പോളാർ പാറ്റേൺ എന്ന് പറയുന്നത് കാർഡിയോയിഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാർഡിയോയിഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡ് മാത്രമാണ് ക്യാപ്ചർ ചെയ്യുക. ബാക്ക് സൈഡിൽ ക്യാപ്ചറിങ്ങിൻ്റെ അബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഓൾറെഡി മെൻഷൻഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ ടാഗിൽ കണ്ടോ, ഇവിടെ ഫ്രണ്ട് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിങ് വരുന്ന പോർഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്.
അപ്പോൾ നമ്മൾ പാടുമ്പോഴും ഇവിടെ നിന്ന് മാത്രമേ പാടാൻ പറ്റുള്ളൂ. നമ്മൾ ഓഫ് ആക്സിസ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ ബാക്കിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതാണ് കാർഡിയോയിഡ് പോളർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത് നോർമലി എല്ലാ കണ്ടൻസർ മൈക്രോഫോൺസ് കാർഡിയോയിഡ് ആയിരിക്കും. പക്ഷേ ചില മൈക്രോഫോൺസിൽ മാത്രമേ നമുക്ക് കാർഡിയോയിഡ് അല്ലെങ്കിൽ ബൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് പാടാൻ പറ്റും, അല്ലെങ്കിൽ ഓംനി ഡയറക്ഷനിൽ, അതെന്ന് വെച്ചാൽ മൈക്കിനെ ചുറ്റും നിന്ന് പാടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചില മൈക്രോഫോൺസ് അവൈലബിൾ ആണ്, നമുക്ക് ഒരു ബട്ടൺ വെച്ച് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AKG P420 എന്ന് പറഞ്ഞൊരു മൈക്ക് ഉണ്ട്. അത് നിങ്ങൾ മേടിക്കാൻ അതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ നമുക്ക് ഇതിൻ്റെ പോളാർ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാർഡിയോയിഡ് ആക്കാൻ പറ്റും, അത് കൂടാതെ നിങ്ങൾക്ക് ബൈ ഡയറക്ഷനിലാക്കാൻ പറ്റും. അപ്പോൾ ഫിഗർ ഓഫ് 8 എന്ന് പറയും. അത് ഫ്രണ്ടിലും ബാക്കിൽ നിന്ന് രണ്ടു പേർക്ക് പാടാൻ പറ്റും, സെയിം ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഓംനി ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു പോളർ പാറ്റേൺ അതിനകത്തുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്കിനെ ചുറ്റും നിന്ന് പാടിക്കഴിഞ്ഞാലും സെയിം ക്വാളിറ്റി തന്നെ കിട്ടും. ആ ഒരു മൈക്രോഫോൺ നിങ്ങൾക്ക് പോയി നോക്കാം. P420 ഏകദേശം സെയിം റേറ്റ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ ഹെവി ആയിട്ടൊരു ഫീൽ ചെയ്യണം, നല്ല വെയിറ്റ് ഉള്ള മൈക്രോഫോണാണ്. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഒരു മെഷാണ്, പക്ഷേ അത് മെറ്റലാണ്, ഇത് പ്ലാസ്റ്റിക് അല്ല. ഈ ഒരു മൈക്രോഫോണിനകത്ത് ഒന്നും പ്ലാസ്റ്റിക് ഇല്ല, എല്ലാം മെറ്റലാണ്. നിങ്ങൾക്ക് കാണാം, ഇത് കാണുന്ന പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യും, പക്ഷേ അത് എല്ലാം മെറ്റൽ ബോഡിയാണ്. അതുകൊണ്ട് അതിന് നല്ല വെയിറ്റും ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ബിൽഡാണ്. നോർമലി ഈ ഒരു റേഞ്ചിൽ വരുന്ന മൈക്രോഫോൺസിൽ ഇത് ലാക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മൈക്രോഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി 10 out of 10 പറയാം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അവർ ഇതിൻ്റെ. അതുപോലെ ഫിനിഷിങ്ങും നല്ല ഹൈ ക്വാളിറ്റി ഫിനിഷ് തന്നെ അവർ കൊടുത്തായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മൈക്രോഫോൺ പുറത്തെവിടെ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ പോപ്പ് ഫിൽറ്റർ വേണം, അല്ലെങ്കിൽ ഇതിനെ കൂടുതലുള്ള പോപ്പ് ഫിൽറ്റർ പഠിപ്പിക്കും, നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ അത് സിബിലൻസിനെ അതിൽ പോപ്പ് സൗണ്ടിനെ കട്ട് ചെയ്തോളൂ. ഈ ഒരു മൈക്രോഫോണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ മൈക്ക് മൗണ്ട് മാത്രമേ കിട്ടുള്ളൂ, ഷോക്ക് മൗണ്ട് കിട്ടില്ല. ഷോക്ക് മൗണ്ടിൽ കണ്ടിട്ടുണ്ടാവും മിക്കവാറും ഈ സ്റ്റുഡിയോസിൽ, അല്ലെങ്കിൽ കണ്ടൻസർ മൈക്രോഫോണിൻ്റെ അതിനെ ഷോക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈബ്രേഷൻസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഈ ഷോക്ക് മൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ആക്സസറിയാണ്. അത് നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി മേടിക്കാൻ പറ്റും. അത് ഞാൻ മേടിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഇതിൻ്റെ കൂടെ വന്ന ആക്സസറീസ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അതെനിക്ക് പയ്യെ ഞാൻ മേടിക്കും, അതിൻ്റെ വീഡിയോസ് ഞാൻ മേടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പിടിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഇതിനൊരു ടൈറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ മൈക്രോഫോൺ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ നോബ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോഫോൺ നല്ല രീതിയിൽ ടൈറ്റ് ആവും, പിന്നെ അത് അനങ്ങില്ല, നല്ല അത്യാവശ്യം നല്ല ഹോൾഡാണ്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് വഴി നമുക്ക് ഏതെങ്കിലും ഒരു മൈക്ക് സ്റ്റാൻഡിൽ, നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി ടേബിൾ ക്ലാമ്പ് സ്റ്റാൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ടേബിൾ ക്ലാമ്പ് സ്റ്റാൻഡിൽ തന്നെ അത് പിടിപ്പിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും. അതിന് ഒരു മൗണ്ടിങ് അഡാപ്റ്റർ എല്ലാം അതിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് ലെവിറ്റിൻ്റെ LCT 240 Proയുടെ അൺബോക്സിങ്. ഈ ഒരു മൈക്രോഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ കമ്മിങ് വീഡിയോസിൽ ഇടാം. കാരണം ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസ് എന്തൊക്കെയാണ്, കോൺസ് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മൈക്രോഫോൺ വന്നത് ഇന്നാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രോസ് എന്തൊക്കെയാണ്, കോൺസ് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾക്ക് റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. നമ്മളൊരു ഓൺലൈൻ വീഡിയോ ലെസൺസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്, ഒരു കോഴ്സ് ഫുൾ സ്റ്റാർട്ട് തൊട്ട് ഫിനിഷ് വരെയുള്ള ഒരു ഫുൾ വീഡിയോ ലെസൺസിൻ്റെ ഒരു കോഴ്സാണ്. നമുക്ക് റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യേണ്ടത്, എന്താണ് മൈക്രോഫോണിൻ്റെ ഡീറ്റെയിൽസ്, സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ്, ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെ റെക്കോർഡിംഗ് ചെയ്യേണ്ടത്, നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ അതിനെ ക്ലാരിറ്റി കൂട്ടേണ്ടത്, എങ്ങനെ നമ്മളതിൻ്റെ ബാലൻസ് ചെയ്യേണ്ടത്, ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ലെസൺസ് ആണ്, നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിൽ ഇരുന്ന് കാണാം, ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതിനുള്ള ടീം നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ യൂസ് ചെയ്യണം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.